കൊടുങ്ങല്ലൂർ കഴിയില്ലല്ലോ. കൊടുങ്ങല്ലൂരും തൃശ്ശൂരൊന്നും ഒരിക്കലും കഴിയില്ല. നമസ്കാരം, വൈൻഡ് പേപ്പറിൻ്റെ പുതിയൊരു വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സാധാരണ നോൺ വെജുള്ള ഹോട്ടലിലൊക്കെയാണ് പോകാറ്. ഇന്ന് നമ്മൾ നല്ല പ്യുവർ വെജിറ്റേറിയൻ ഭക്ഷണം കിട്ടുന്ന നല്ല ക്വാളിറ്റിയിൽ ഫുഡ് കിട്ടുന്ന കൊടുങ്ങല്ലൂരിലെ ഏറ്റവും നല്ല വെജിറ്റേറിയൻ ഹോട്ടൽ. കൊടുങ്ങല്ലൂർ എടുക്കുകയാണെങ്കിൽ ഒരുപാട് ഹോട്ടലുകളുണ്ട് വെജിറ്റേറിയൻ. ക്ഷേത്രമായിട്ട് ചുറ്റിപ്പറ്റിയിട്ട് ഒരുപാട് ഹോട്ടലുകളുണ്ട്. പക്ഷേ അതിലൊക്കെ തന്നെ നമുക്ക് മെയിനായിട്ടും കിട്ടുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ മസാല ദോശയാണ്. പക്ഷേ അതിൽ കവിഞ്ഞ് ഒരുപാട് വെറൈറ്റി സ്പെഷ്യൽ വെജിറ്റേറിയൻ ഫുഡ് കിട്ടുന്നൊരു ഹോട്ടലാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയിലുള്ള കൃഷ്ണ കഫേ. അപ്പോൾ ഇന്ന് കൃഷ്ണ കഫേയിൽ വന്നിരിക്കുകയാണ്. ഇന്നിവിടെ നിന്ന് നല്ല അടിപൊളി വെജിറ്റേറിയൻ ഫുഡൊക്കെ കഴിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് കണ്ട് എല്ലാവരും ഒന്ന് സന്തോഷിക്കാം. ഇപ്പൊ നിൽക്കാൻ പറ്റില്ലേ? കാരണം ഇവിടെ ചട്നിക്കൊക്കെ ആ കടുകും മറ്റേ ചുവന്ന മുളകൊക്കെ ഇല്ലേ, ഇതൊക്കെ അങ്ങോട്ട് കാച്ചി എടുക്കുന്ന മുളക് കിട്ടുമെങ്കിലോ സത്യം പറഞ്ഞാൽ കൊതിയായിട്ട് ഇത് വരികയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മസാല ദോശ ഓർഡർ വരുന്നുണ്ട്, മസാല ദോശ പോകുന്നുണ്ട്, പാർസൽ ഒരുപാട് പോകുന്നുണ്ട്. കാരണം അറിയാം, ഇപ്പോൾ കോവിഡിൻ്റെ സിറ്റുവേഷൻ ആയതുകൊണ്ട് പാർസൽ ഒരുപാട് പോകുന്നുണ്ട്. കാരണം അധികം ആളുകൾ നേരിട്ട് വന്ന് കഴിക്കാൻ തയ്യാറാവും. പക്ഷെ ഇവിടെ ഓൾറെഡി ഒരുപാട് പാർസൽ പോകുന്നുണ്ട്. പിന്നെ രാവിലെ ഭക്ഷണങ്ങൾ ദോശ, മസാല ദോശ, നെയ് റോസ്റ്റ്, പിന്നെ എന്താ പറയുക നമ്മളെ വേറെ ചില്ലി ഗോബി, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെയുണ്ട്. ഉച്ചയ്ക്ക് ഊണുമുണ്ട്. പക്ഷേ ഇപ്പോൾ കോവിഡിൻ്റെ ഒരു ഇതായിട്ടനുസരിച്ച് ഇവിടെ എന്താ പറയുക, നമുക്ക് ഉച്ച ഊണില്ല. പകരം നമുക്കൊരു വൈകിട്ട് 4 മണിയോട് കൂടിയിട്ട് ഉണ്ട്, രാവിലെ ഉണ്ട്. ഓക്കെ, 4 മണി തൊട്ടിട്ട് നമുക്ക് സ്പെഷ്യൽ ഫുഡ് കഴിക്കാൻ ഇവിടെ വരുന്നവരുടെ തിരക്കാണ്. കൂടുതലും പാർസലാട്ടോ. നമ്മളിപ്പോൾ കൃഷ്ണ കഫേയുടെ കിച്ചണിലാണ്. ഇവിടെ ഞാൻ പറഞ്ഞില്ല കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. കൊത്തു പൊറോട്ട, നിങ്ങൾ ബീഫ് ചിക്കനൊക്കെ കഴിച്ചിട്ടുണ്ട്, നോൺ വെജ് കഴിച്ചിട്ടുണ്ട്. പക്ഷേ വെജിറ്റേറിയൻ കൊത്തു പൊറോട്ട, വെജിറ്റേറിയൻ ചപ്പാത്തി, ഗോബി മഞ്ചൂരി, ചെന മസാല, അങ്ങനെ വെജിറ്റേറിയൻ്റെ ഒരു സാമ്രാജ്യം തന്നെയാണ് കൃഷ്ണ കഫേ എന്ന് പറഞ്ഞത്. ഞങ്ങൾ വന്നപ്പോൾ നല്ല അടിപൊളി പൊറോട്ട അടിച്ചുകൊണ്ടിരിക്കുക, പൊറോട്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല ബാക്ക്ഗ്രൗണ്ടിൽ നല്ല പഴയ ഹിന്ദി പാട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചോദിച്ചാൽ നമ്മൾ ഡിസ്റ്റർബ് ആവുമെന്ന് വെച്ചിട്ടാണ് പോയിട്ട് ഓഫ് ചെയ്ത് വെച്ചു ആക്ച്വലി. ഓക്കെ, അപ്പോൾ നല്ല പൊറോട്ട, ചൂട് പൊറോട്ട അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാണുമ്പോൾ തന്നെ കൊതിയാവുന്നത്. നല്ലൊരു ഫ്രഷ് മണമാണ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ബാക്കിയുള്ള ഹോട്ടൽ പോയല്ല, നല്ല ഉഴുന്നിൻ്റെയും എന്താ പറയുക, നമുക്ക് ഇഷ്ടപ്പെടുന്നൊരു മണല്ലേ, ആ സ്മെല്ലാണ് ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ. നമ്മുടെ കൃഷ്ണ കഫേയിലെ മെയിൻ കുക്ക് മോനി ബായ്, മോനിയുറുൽ ഇസ്ലാം എന്നാണ് ശരിക്കുള്ള പേര്. ആൾക്ക് ഏകദേശം 10 വർഷത്തോളമായി നമ്മളെക്കാളും നല്ല അസലായിട്ട് മലയാളം പറയും. നോക്കിയേ, ആളാണ് ഇപ്പോൾ ആളത് ചില്ലി ഗോപിയുടെ വർക്കിലാണ്. ചില്ലി ഗോപിക്കുള്ള കോളിഫ്ലവർ വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനപ്പോൾ ആദ്യം വിചാരിച്ച് ഹിന്ദിയാണല്ലോ, ഞാൻ അധികം സംസാരിക്കാന്നില്ല. പിന്നെ ഞാൻ നോക്കുമ്പോൾ മലയാളം പറയുന്നത് ഇങ്ങോട്ട്. കൊൽക്കട്ടയാണ് ആളുടെ, അല്ലേ? കൊൽക്കട്ടയാണ് ആളുടെ ശരിക്കുള്ള സ്ഥലം.
അപ്പോൾ ഇവിടുത്തെ മെയിൻ കുക്കാണ്. എല്ലാം പൊറോട്ട ആയാലും എന്ത് സാധനത്തിലും ആളുടെ ഒരു കൈപ്പുണ്യം അതിലുണ്ട്. ഓക്കെ, നമ്മുടെ കൃഷ്ണ കഫേ ആ പേരിന് വലിയൊരു രഹസ്യമുണ്ട്. കാരണം ഇത് ഓണറുടെ പേര് സുബ്രഹ്മണ്യേട്ടൻ, സുബ്രഹ്മണ്യം എന്നാണ്. അതാണ് നമ്മുടെ കുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തത്. അപ്പോൾ കൃഷ്ണ കഫേ എന്ന് പേര് വന്നതിനാണ് ആളുടെ മകൻ്റെ പേര് കൃഷ്ണരാജ്. അപ്പോൾ അവനുണ്ട് ഇവിടെ. ഇപ്പോൾ സ്കൂളൊന്നും തുറക്കുന്നില്ല. അപ്പോൾ സ്കൂളൊക്കെ ഓപ്പൺ ആണുള്ളൂ. ആള് +1 ഇപ്പോൾ +1 അല്ലേ, +1 ആയിട്ടുള്ളൂ. അമ്മ ഒന്ന് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ആൾ ഉഷാറാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ നമുക്കിവിടെ ഫുള്ള് കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത്, കിച്ചണിലെ കാര്യങ്ങളും ക്യാഷിലെ കാര്യങ്ങളും ഒക്കെ അറിയാം. അപ്പോൾ ഇയാളാണ് കൃഷ്ണ കഫയുടെ പേരിൻ്റെ പിന്നിലെ രഹസ്യം. വേറെ ആരെങ്കിലും പേര്? അനിയത്തിയുണ്ട്. എന്ത് ചെയ്യുന്നു? 2ാം ക്ലാസ്സിൽ. അനിയത്തിയുണ്ട് കേട്ടോ, 2ാം ക്ലാസ്സിൽ. പക്ഷേ അനിയത്തിനെ ഇത് ഹോട്ടലിൽ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. അന്ന് അനിയത്തിയില്ല. അന്നാണ് ഇവൻ്റെ പേര്. ഓക്കെ ഓക്കെ, ശരി. നമുക്കിനി കിച്ചണിലേക്ക് പോകാം. എനിക്കെന്തായാലും ഒരു സ്പെഷ്യൽ മസാല ദോശ. കാരണം ഇവിടുത്തെ സ്പെഷ്യൽ മസാല ദോശ ഭയങ്കര വെറൈറ്റിയാണ്. കാരണം അതിൽ ക്യാരറ്റ്, പിന്നെ എന്താ പറയുക, പിന്നെ എന്താ അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, കപ്പലണ്ടി, അങ്ങനെ സകലമായ സാധനങ്ങളുള്ളൊരു സ്പെഷ്യൽ മസാല ദോശ. ഞാനത് ഓർഡർ ചെയ്യുന്നു. ശ്രീഹരിക്കുന്ന ശ്രീഹരി അത് മതി. അപ്പോൾ ശ്രീഹരിയും അത് തന്നെയാണ് പറഞ്ഞത്. ഓക്കെ, ശ്രീഹരിക്കും സ്പെഷ്യൽ മസാല ദോശ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു സ്പെഷ്യൽ മസാല ദോശ പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പൊറോട്ട ഒന്ന് ട്രൈ ചെയ്യണം. കൊത്ത് പൊറോട്ട ഉണ്ടോ? കൊത്ത് പൊറോട്ട, വെജിറ്റബിൾ കൊത്ത് പൊറോട്ട, അത് 2 നമുക്ക് കഴിക്കാം. 2 ഞാൻ ഓർഡർ ചെയ്യാൻ പോണേ. നമ്മുടെ കൊത്ത് പൊറോട്ടയ്ക്കുള്ള പൊറോട്ട കഷ്ണായിക്കൊണ്ടിരിക്കുകയാണ്. പീസ് നല്ല ഇങ്ങനെ കുലുകുനേന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി പീസ്, ചെറിയ പീസുകളാണ്, സുഖമാണ് കഴിക്കാനായിട്ട്. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ തിരക്കിട്ട ഓർഡറുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മനുവായി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അവിടെ സ്പെഷ്യൽ പെപ്പർ ഗോബി സ്പെഷ്യൽ ഒരു പെപ്പർ ഗോബി ഉണ്ട്. അതും കൂടി ഒന്ന് കഴിക്കണം എന്നാണ് നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കഴിച്ചിട്ടേ നമ്മൾ എന്തായാലും പോവുള്ളൂ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കണമൊക്കെ നമുക്ക് ഇനി കാണാം. അപ്പോൾ ഏകദേശം നമ്മൾ കൊത്തു പൊറോട്ടയുടെ പൊറോട്ട ചെറിയ പീസുകളായിരുന്നു. ഞാൻ വെച്ചാൽ നമ്മൾ സാധാരണ കൊത്തു പൊറോട്ട കഴിച്ചിട്ടുണ്ട്, പക്ഷേ കിട്ടുന്നത് ആദ്യമായിട്ടാണ്. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു 2 സ്പെഷ്യൽ ഡെഡിക്കേഷൻ ഉണ്ട്.
ഒന്നാമത്തെ ആൾ എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ്. കാരണം ആൾ വെജിറ്റേറിയനാണ്, പ്യൂർ വെജിറ്റേറിയനാണ്. പിന്നെ നമ്മുടെ ചേട്ടൻ ഹിബി എന്നാണ് പേര്. ആളൊരു സ്കൂളിലെ മാഷാണ്. അപ്പോൾ ആൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ എനിക്ക് പറയും ഒരു വെജിറ്റേറിയൻ വീഡിയോ ചെയ്യും, നല്ല അടിപൊളി ഒരു വീഡിയോ ചെയ്യുമെന്ന് പറയും. അപ്പോൾ ആൾക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വെജിറ്റേറിയൻ്റെ മെയിൻ ആളാണ്. പണ്ട് തൊട്ട് ഞാൻ എൻ്റെ ഓർമ്മയിൽ അത്ര പ്യൂർ വെജിറ്റേറിയൻ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ അമ്മയ്ക്കും ഹിബിച്ചേട്ടനും വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യണം. ഇവർ രണ്ടുപേരുടെ എൻ്റെ അറിവിലുള്ള പ്യൂർ വെജിറ്റേറിയൻസ്. ഓക്കെ, നമ്മളെ സ്പെഷ്യൽ മസാല ദോശ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിൽക്കുമ്പോണ്ടല്ലോ ഒരു നെയ്യുടെയും ഭയങ്കര ഒരു മണമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ എവിടെയും പോയി കഴിഞ്ഞാൽ ഒരു നോൺ വെജ് ഒക്കെ കിട്ടുന്ന ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു സ്മെല്ല് നമുക്ക് കിട്ടില്ല. നല്ല നെയ്യിൻ്റെ ഒരു വലിയൊരു പീസ് തന്നെ കിട്ടുന്നത്. എന്നാൽ സ്പെഷ്യൽ മസാല ദോശയാണ്, സാധാരണ മസാല ദോശയല്ല. പിന്നെ എനിക്ക് സജഷൻ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലൊക്കെ വരുന്നവർ വേറെ എവിടെയും പോയി ഭക്ഷണം കഴിക്കാൻ നിൽക്കില്ല, നേരെ കൃഷ്ണ കപ്പയിലേക്ക് വരും. ഓക്കെ, അത് നമ്മളെ സ്പെഷ്യൽ മസാല കൂട്ട് അതിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നല്ല അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, കപ്പലണ്ടി, പിന്നെ ക്യാപ്സിക്കം, ക്യാരറ്റ്, വൈറ്റ് കാബേജ്, അങ്ങനെ എല്ലാ സാധനങ്ങളും അതിലുണ്ട്. ഒരു വെറൈറ്റി ടേസ്റ്റ് ആണെന്ന് തോന്നുന്നു. നമുക്ക് കഴിച്ച് നോക്കിയിട്ട് നമുക്കിത് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. തോന്നും സാധാരണ മസാല ദോശ പോലെ ഇല്ല ഇതിങ്ങനെ നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് മറ്റേ ഷവർമയൊക്കെ പോലെ ഓക്കെ പീസാണ്. മറ്റേ ഷവർമ നമ്മളെ മസാല ദോശ ശരിക്കും ഇങ്ങനെ മടക്കി ഒരു സ്ക്വയർ ടൈപ്പിലൊക്കെ ഇത് ഇങ്ങനെ ചെറിയ പീസാണ്. നമുക്ക് എടുത്ത് കഴിക്കാനൊക്കെ അത് ഭക്ഷണം കഴിക്കാതിരിക്കാൻ പോകുന്നുണ്ടാവും. പിന്നെ വരാൻ പോകുന്ന സാധനം എന്തൊക്കെയാണെന്ന് അറിയോ? സ്പെഷ്യൽ മസാല ദോശ, പിന്നെ പെപ്പർ ഗോബി, പിന്നെ എന്തായിരുന്നു കൊത്തു പൊറോട്ട, വെജിറ്റബിൾ കൊത്തു പൊറോട്ട. എൻ്റെ സജഷൻ എന്താണെന്ന് അറിയോ?
ഇപ്പോൾ ചില വെജിറ്റേറിയൻ ആയിട്ടുള്ള ആളുകൾക്ക് ഭയങ്കര വിഷമമായിരിക്കും കൊത്തു പൊറോട്ട കഴിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളത്. അങ്ങനെ വിഷമമുള്ളവർ നേരെ കൊടുങ്ങല്ലൂർ വന്നു. ഇവിടെ ഉണ്ട് നല്ല അസൽ വെജിറ്റബിൾ കൊത്തു പൊറോട്ട. നല്ലൊരു മണം കൊത്തു പൊറോട്ടയുണ്ട്, സ്പെഷ്യൽ മസാല ദോശ, പിന്നെ നമ്മുടെ പെപ്പർ ഗോബി. ഞാൻ അതിൻ്റെ പെപ്പർ ഗോബി ടേസ്റ്റ് ചെയ്ത് കൊണ്ടാണ് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ കോളിഫ്ലവർ ഒന്നും പറയില്ല, അതേപോലെ നല്ലതായിട്ട് ഫ്രൈ ചെയ്തിട്ട് അടിപൊളി. വെറുതെ ഇല്ല കേട്ടോ, കാരണം നമ്മുടെ മനുഭായി നമ്മളോട് പറഞ്ഞു പെപ്പർ ഗോബി ടേസ്റ്റ് ചെയ്തിട്ട് പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഇതുണ്ട്, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് സജസ്റ്റ് ചെയ്തത് മനുഭായിയാണ്, ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിൽ പെപ്പർ ഗോപിയോ ചില്ലി ഗോപിയോ ഒക്കെ ഉണ്ടെങ്കിൽ നേരെ കൃഷ്ണ കഫേയിലോ. അത്യാവശ്യം സ്പൈസിയാണ്, നല്ല സ്വീറ്റ് ഉണ്ട്. ശരിക്കും പറഞ്ഞാലേ വെജിറ്റേറിയനിൽ നമുക്ക് ഇതുപോലെ വെറൈറ്റി ഫുഡ് കിട്ടാമെന്നുണ്ടെങ്കിൽ ഭയങ്കര ലക്കാണ്. കാരണം അങ്ങനത്തെ ഹോട്ടലുകൾ പൊതുവെ കുറവാണ്. ഞാൻ പറഞ്ഞു ഇവിടെ ഒരുപാട് വെജിറ്റേറിയൻ ഹോട്ടൽ ഉണ്ടെങ്കിലും ഇത്ര ടേസ്റ്റിൽ ഇത്ര വെറൈറ്റി ഫുഡ് നമുക്കധികം കിട്ടില്ല. അടുത്തത് സ്പെഷ്യൽ മസാല ദോശ. സ്പൂൺ വെച്ചാൽ കഴിഞ്ഞു, കാരണം ശ്രീ എനിക്ക് കഴിക്കണത് ഞങ്ങൾക്ക് ചെറിയൊരു പീസ് എടുത്തിട്ട് അടിപൊളി. ഇത് സോസിൻ്റെയും മസാലയുടെയും എല്ലാത്തിൻ്റെയും ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ഒരിക്കലും സാധാരണ മസാല ദോശയുടെ ടേസ്റ്റ് പ്രതീക്ഷിച്ച് വരരുത്. ഇത് വേറെ ഒരു ലെവലിൽ നിൽക്കുന്നൊരു ടേസ്റ്റാണ്. കാരണം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം സോസും പിന്നെ എന്താ പറയുക നട്ട്സൊക്കെ ഉണ്ട് ഇതിന്. പിന്നെ നമ്മളെ എന്താ പറയുക കിസ്മിസ്, ക്യാപ്സിക്കം. കൊള്ളാം, അടിപൊളി. കാരണം എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നതെന്നറിയും, വെജിറ്റേറിയൻ കഴിക്കുന്നവർക്ക് ഞാൻ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്ന ഹോട്ടൽ തന്നെയായിരിക്കും. കാരണം ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട് പലൊന്നും. പക്ഷേ നല്ല ടേസ്റ്റ്. ഒരു ട്രഡീഷണലായിട്ടുള്ള വേണമെങ്കിൽ ട്രഡീഷണലായിട്ടുള്ള ഫുഡും ഉണ്ട്, ഇഡലി പോലുള്ള ഫുഡും കിട്ടും. ഇനി നമുക്ക് കുറച്ചും കൂടി എന്താ പറയുക അപ്ഗ്രേഡഡ് ആയിട്ടുള്ള നല്ല എന്താ പറയുക ചൈനീസ് ടേസ്റ്റിലുള്ള ഫുഡ് കിട്ടണമെങ്കിൽ അതും ഉണ്ട്. ഇനി നമുക്കിവിടെ വെജിറ്റബിൾ കൊത്തു പൊറോട്ടയാണുള്ളത്, അതും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. കാരണം ശരിക്കും നമ്മളെ എന്താ പറയുക നോൺ വെച്ചുണ്ടാക്കുന്ന കൊത്തു പൊറോട്ട പോലെ തന്നെയാണത്. കഴിച്ചു നോക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. അയ്യോ ഒരു രക്ഷയിലാണോ, സത്യം വെറുതെ പറയുന്നതല്ല. അതിൻ്റെ കൂടെ നമുക്ക് തൈരും സവാളയൊക്കെ ഇട്ടുള്ള ഇതുണ്ട്, അതുകൊണ്ട് കൂട്ടിയിട്ട് അടിപൊളി. നല്ല സോഫ്റ്റാണ്. അതായത് കൊത്തു പൊറോട്ട കഴിക്കുമ്പോൾ കുറച്ച് ഹാർഡായിട്ട് തോന്നില്ലേ, ഇത് അങ്ങനെയൊന്നുമല്ല. കാരണം പൊറോട്ട അത്രയും സോഫ്റ്റാണ്, നല്ല സോഫ്റ്റ് പൊറോട്ടയാണ്. അതുകൊണ്ട് തന്നെ കഴിക്കുമ്പോൾ നമുക്ക് വായിൽ വെച്ച ശരിക്കും അലിഞ്ഞു പോകുന്ന ഫീലുണ്ട്. ശരിക്കും അലിഞ്ഞു പോവാണ്. ശരി, നിങ്ങൾ ഈ വീഡിയോ കണ്ട എന്തായാലും വരണം അവിടെ കൃഷ്ണ കഫേയിൽ. കാരണം ഞാനങ്ങനെ വെറുതെ ആയിരിക്കും സജസ്റ്റ് ചെയ്യില്ല. കാരണം അത്രത്തോളം ഫുഡിനെ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇതിൽ പറഞ്ഞത്. നല്ല ഫുഡാണ്, നിങ്ങൾ എന്തായാലും വരണം. കാപ്പി ആയാലും ചെറിയൊരു കാപ്പി കുടിക്കാൻ കയറിയാൽ പോലും അതിൽ വരെ ഒരു കൈപുണ്യത്തിൻ്റെ ഇതിൻ്റെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിത്ര വീഡിയോ മുഴുവൻ കഴിച്ചു തീർത്തിട്ട് ബാക്കിയുള്ള കാര്യം പറയാം. നമ്മൾ നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ച് ഞാൻ പിന്നെയും കിച്ചണിക്ക് വന്നത് ഞാൻ അറിയും മനുഭായിനോട് താങ്ക്സ് പറയാനായിട്ട്. കാരണം ഇല്ലെങ്കിൽ ഞങ്ങൾ ആ പെപ്പർ ഗോബി കഴിക്കില്ലായിരുന്നു. ഓക്കെ, അതുകൊണ്ട് എൻ്റെ ആൾ തിരക്കിലാണ്, ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഇനി ഞാൻ എന്തായാലും വരുന്നുണ്ടോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഞാൻ ഫ്രണ്ട്സിനെയും കൊണ്ട് എന്തായാലും വരും. കാരണം നല്ല ഫുഡാണ് എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വരും. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും കൊടുങ്ങല്ലൂർക്കാരായാലും കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ വരുന്നവരായാലും എന്തായാലും ഇവിടെ വരിക കൃഷ്ണ കഫേ.
ഓക്കെ, നല്ല ടേസ്റ്റ്. നിങ്ങൾക്ക് എന്തായാലും ഇവിടെ വന്നിട്ട് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല, 100% ഓക്കെ. അപ്പോൾ ഇതുവരെ കണ്ട വീഡിയോസും നമ്മളെ ഇന്നത്തെ വീഡിയോസും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. സൈനിങ് ഓഫ്. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഞാനിപ്പോൾ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെ ഗ്രൗണ്ടിൽ വന്നിരിക്കുക. ഇവിടെ നിറച്ച് മാൽമരങ്ങളാണ്. എന്നോട് ഞാനിപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് വന്നിരുന്നതിൻ്റെ കാരണം എന്ന് വെച്ചെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞേ, എടാ കൊടുങ്ങല്ലൂർ വിടാറായില്ലേ എന്ന് ചോദിച്ചു. കാരണം ഫുൾ വീഡിയോസ് കൊടുങ്ങല്ലൂരത്തെ വീഡിയോസ് മാത്രം. അപ്പോൾ ഞാൻ എന്താ പറയും, കൊടുങ്ങല്ലൂർ കഴിയില്ലല്ലോ. കൊടുങ്ങല്ലൂരും തൃശ്ശൂരൊന്നും ഒരിക്കലും കഴിയില്ല. കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞാൽ ഒരു സാമ്രാജ്യമാണ് സത്യം പറഞ്ഞാൽ. കാരണം നമുക്ക് ഇപ്പോൾ കൊടുങ്ങല്ലൂർക്കാരുടെയും തൃശ്ശൂരുകാരുടെയൊക്കെ, ശരിക്കും തൃശ്ശൂരുകാരനെയാണ് കൊടുങ്ങല്ലൂരുകാർ. ഇവിടെ ഒരു എന്താ പറയുക, ഒരു അഭിമാനം അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു അഹങ്കാരം, സ്വകാര്യ അഹങ്കാരം എന്ന് പറയുന്നത്, നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടായി കഴിഞ്ഞാൽ, വെറുതെ ഒരു ലോൺനെസ് ഒക്കെ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ, ഈ കൊടുങ്ങല്ലൂരിൻ്റെ ആൽത്തറയിലും തൃശ്ശൂർ തേക്കിൻകാട് മൈതാനം ഒന്ന് കറങ്ങിക്കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ തൃശ്ശൂരുകാർക്കുള്ളൂ അല്ലെങ്കിൽ കൊടുങ്ങല്ലൂരുകാർക്കുള്ളൂ. അപ്പോൾ കൊടുങ്ങല്ലൂർ തീരില്ല. ഓക്കെ, അപ്പോൾ ഇരിക്കും. ഞാൻ സത്യത്തിൽ ഞെട്ടി. കാരണം ഇവിടെ വെടിവഴിപാട് കഴിച്ചതാണ്. ഓക്കെ, അപ്പോൾ ക്യാമറ എടുക്കുന്ന ശ്രീയേരി വരെ ഞെട്ടിപ്പോയി. നമ്മൾ പ്രതീക്ഷിക്കില്ലല്ലോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, അമ്പലത്തിൻ്റെ അടുത്തായിരിക്കുന്നത്, അമ്പലത്തിൻ്റെ ആൽത്തറമേലിരിക്കുന്നത്, നല്ല വള്ളികളൊക്കെ ഞാണ്ട് കിടക്കുന്ന ആൽത്തറയിൽ ഇരുന്ന് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ മാറാവുന്ന ടെൻഷനും കാര്യങ്ങളേ ഉള്ളൂ എല്ലാവർക്കും. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യം, ലോൺനെസ് ഒക്കെ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ആരും വീട്ടിലിരിക്കരുത്. ഓക്കെ, ഞാനിപ്പോൾ ഇത് പറയാൻ വേറൊരു കാര്യം കൂടിയുണ്ട്. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ വീട്ടിലിരുന്നിട്ട് അല്ല ഭയങ്കര ലോൺനെസ്, വീട്ടിലിരുന്നിട്ട് പറഞ്ഞില്ല, ഭയങ്കര ലോൺനെസ് ഫീൽ ചെയ്യാണ്. ഓക്കെ, ആരും ഇല്ലാത്ത പോലെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം, ലോൺനെസ് ഫീൽ ആയണമെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഒരിക്കലും ഇരിക്കരുത്. ഒരു 4 മണി 5 മണി നേരത്ത്, ഈ ഒരു നേരത്ത് വൈകിട്ട് നല്ല തിരക്കുള്ള ടൗൺ ഉണ്ടാവുമല്ലോ നിങ്ങളവിടെ. ഞങ്ങളെ സംബന്ധിച്ചോളം കൊടുങ്ങല്ലൂരാണ് ഞങ്ങളെ ഏറ്റവും തിരക്കുള്ള ടൗൺ. അല്ലെങ്കിൽ തൃശ്ശൂരാണെങ്കിൽ തൃശ്ശൂർ, പാലക്കാടാണെങ്കിൽ പാലക്കാട്, എവിടെയാണെങ്കിലും ലോൺനെസ് ഫീൽ ചെയ്താൽ നേരെ ആ തിരക്കുള്ള ബിസി പ്ലേസിലേക്ക് ഇറങ്ങിയിട്ട് തട്ടുകടയുന്നു നല്ലൊരു ചായയും പരിപ്പൊടിയും തിന്നാൽ മാറാവുന്ന പ്രോബ്ലംസേ നമുക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, എന്നെപ്പോലെ തന്നെ നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളാണ് ഞാനും, ശ്രീയേരിയയിലും എല്ലാവരും. അപ്പോൾ ഹാപ്പി ആയിരിക്കുക എന്ന് പറയുന്നതാണ് നമ്മളെ ജീവിതത്തിൽ ഹാപ്പി ആയിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി സൈനിങ് ഓഫ് ഒക്കെ കഴിഞ്ഞിട്ട് പോകുന്നതാണ്. പക്ഷേ എനിക്ക് വണ്ടിയിൽ ഇങ്ങനെ ഇരുന്ന് പോന്നപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വരണമെന്നും ജസ്റ്റ് ഇതൊന്ന് പറയണമെന്ന് തോന്നി. കാരണം ഈ കൊടുങ്ങല്ലൂരത്തെ കഴിയില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, കാരണം കൊടുങ്ങല്ലൂർ കഴിയില്ല മക്കളെ, ഇത് വേറെ ലെവലാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ആഴ്ച വെച്ചാൽ അടുത്ത വീഡിയോ ആയിട്ട് ഇനി കാണാം.